ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തമ്മിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോയിൽ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ബുക്കിൻ്റെ കവർ പേജ് വെച്ചിട്ട് നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫ്രെയിം എന്ന് പറയുന്നത് ഒരു കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്രെയിമാണ്. 230 രൂപയാണ് അതിന് റേറ്റ് വരുന്നത്. അതിൻ്റെ സൈസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഫോട്ടോസ് എല്ലാം സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഓൾറെഡി ഞാൻ ഒരു ഷോർട്ട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തത് ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. പിന്നെ ഈ ഒരു ഫ്രെയിമിന് 180 രൂപയാണ്. അത് നമുക്ക് വേറൊരു ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഈ കവർ പേജ് എങ്ങനെ സെറ്റ് ചെയ്തതെന്നുള്ള വീഡിയോ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനൊരു ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇനി മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു ലെങ്തി വീഡിയോ ആയിട്ട് ഞാനിടാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫ്രെയിം വന്നിട്ട് വുഡൻ്റെ ഒരു ഫ്രെയിമാണ്. നല്ലൊരു ഫ്രെയിമാണ് കേട്ടോ. 230 രൂപ ഉണ്ടെങ്കിലും നല്ലൊരു കാണാനും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റാൻഡേർഡ് ഫ്രെയിമാണ്. ഈ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് ക്യാൻവി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളയാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി വേറെ സൈറ്റും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. പിന്നെ എപ്പോഴും ഫ്രെയിം സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പോൾ ഇതിൽ ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗ്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ നല്ലോണം ക്ലീൻ ആക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു തുണിയിട്ട് വെറുതെ ഒന്ന് തുടച്ചതിന് ശേഷം പിന്നെ ആ തുണി നനച്ചിട്ട് ഞാൻ ഒന്ന് തുടച്ചു. പിന്നെ ഇതുപോലൊരു പഞ്ഞി ഉപയോഗിച്ചിട്ടും കൂടിയാണ് ചെയ്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വൈറ്റ് സംഭവം അത് വെക്കണം എന്നില്ല, വേണമെങ്കിൽ വെക്കാം. ഞാനപ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടി ഞാനത് വെച്ചു എന്നേ ഉള്ളൂ. അതിനുശേഷം ഇതിങ്ങനെ വെക്കണ്ടേ. അപ്പോൾ അത് അങ്ങനെ പാടെ തന്നെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി മാറി നമ്മുടെ ഫ്രെയിം ലാസ്റ്റ് കൊളായിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വൈറ്റ് ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ടാക്കി ടേപ്പ് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം അത് സ്റ്റിക്കി ആയിട്ട് നിന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മറിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഗ്ലാസ് എല്ലാം നീറ്റാക്കിയിട്ട് തന്നെ അതിൽ വെച്ചിട്ട് ഫ്രെയിം വെച്ച് നമ്മൾ റാപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള ഫ്രെയിംസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. MJ Woods എന്ന് പറഞ്ഞ പേജിൽ മെസ്സേജ് അയച്ചാൽ മതി. അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്. ഇതുപോലെയാണ് ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കിതൊന്ന് റാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇവിടെ വന്ന് വാങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ ഭയങ്കര സെക്യൂറായിട്ടൊന്നല്ല റാപ്പ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ബബിൾ റാപ്പ് വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എപ്പോഴും ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ബാക്കിൽ നമ്മൾ സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സ്റ്റിക്കറും കൂടെ പേജിൻ്റെ സ്റ്റിക്കറും കൂടെ ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒരു പേപ്പർ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. കാരണം അത് തുറന്ന് കഴിയുമ്പോൾ അവർ ആ പേപ്പർ മാറ്റി കഴിയുമ്പോൾ അവർ പെട്ടെന്നുള്ള ഒരു റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ഈ ഷീറ്റ് എടുത്തിരിക്കുന്നത് ഈ ഒരു ബ്രൗൺ ഷീറ്റ് വന്നിട്ട് 20 രൂപയാണ് വരുന്നത്. ഇത് നല്ലൊരു ഷീറ്റാട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റാൻഡേർഡ് ഷീറ്റാണ് ബ്രൗൺ ഷീറ്റ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഒട്ടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഒരെണ്ണം പാക്ക് ചെയ്തിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് മിനിറ്റ് ഞാൻ പാക്കിങ് മാറ്റി ഫുള്ളായിട്ട് മാറ്റി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ജസ്റ്റ് ഞാനൊരു പേപ്പർ ഡോളും കൂടെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു രീതിക്കാണ് ഞാൻ റാപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് സാധാ വേണമെങ്കിൽ നമുക്ക് റാപ്പ് ചെയ്യാം, നമുക്ക് സീനില്ല. പക്ഷേ ഞാൻ കുറച്ച് ഭംഗിയായിട്ടിരുന്നോട്ടെ എന്ന് ചോദിച്ച് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ ചാനലിൽ മെയിനായിട്ട് ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് റാപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഈ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചോളൂ, ഞാൻ റിപ്ലൈ തരാം. പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം അതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒരു സൈഡിൽ മാത്രമേ ഞാൻ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ടുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു സൈഡിൽ ഞാൻ ടാക്കി ടേപ്പാണ് ഒട്ടിച്ചിരിക്കുന്നത്. കാരണം അത് പുറത്തേക്ക് വിസിബിളായിട്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ ആ ഒരു ഉള്ളിലത്തെ പോർഷനിൽ അതിൽ ഞാൻ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് പിന്നെ അതിലേക്ക് ജിപ്സം ഫ്ലവർ ഞാൻ കയറ്റി വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അത് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ ചുറ്റി കഴിഞ്ഞ് കെട്ടാൻ വേണ്ടി നോക്കി കഴിയുമ്പോൾ ലാസ്റ്റ് ഞാൻ കെട്ടി സംഭവം. പക്ഷേ കെട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സംതൃപ്തി തോന്നണല്ലേ. എന്നിട്ട് ഞാൻ ടാക്കി ടേപ്പൊക്കെ വെച്ച് നല്ല ആ ഒരു ബോ കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ ആ ടാക്കി ടേപ്പിൻ്റെ അവിടെ നിന്ന് ഞാൻ ആ ചരടൊക്കെ ഞാൻ അവിടെ നിന്ന് മാറ്റി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാനൊരു ഡോളി പേപ്പർ വെച്ച് സാധാ നമ്മുടെ ഗ്ലൂ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു. അപ്പോൾ ലാസ്റ്റിൽ ഞാൻ അതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട്. ഞാനിങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ എനിക്ക് ഇഷ്ടമാവാത്തതുകൊണ്ട് ഞാനത് തിരികെ ഞാൻ വീണ്ടും മാറ്റി. അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.